ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷം മുമ്പ്, അതായത് 2023 സെപ്റ്റംബർ 19 ഞാൻ കേരളത്തിൽ നിന്നും UK വരുന്നത്. അന്ന് ഞാൻ എടുത്തു വച്ചിരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. യാതൊരുവിധ പ്ലാനിങ്ങോടും കൂടിയിട്ടല്ലായിരുന്നു അന്ന് വീഡിയോ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പല അപാകതകളും ഇതിനുണ്ടായിരിക്കും. ഏതായാലും കൊച്ചിയിൽ നിന്നും മാഞ്ചസ്റ്റർ വരെയുള്ള യാത്രയിലെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചി ടു ദോഹ, പിന്നെ അവിടുന്ന് മാഞ്ചസ്റ്റർ, അങ്ങനെയായിരുന്നു യാത്ര. കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ട് ബിസിനസ് ലോഞ്ചിൽ കയറിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റാറില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 2011 വേൾഡ് കപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് കണ്ടു. യുവരാജിൻ്റെയും റെയ്നയുടെയൊക്കെ ബാറ്റിങ് കണ്ടിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ടിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഖത്തർ എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരുന്നത്. ആദ്യമായിട്ട് പോകുമല്ലോ, ഒട്ടും മോശമാക്കണ്ടെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് എൻ്റെ സീറ്റിലിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. ഭാഗ്യത്തിന് വിൻഡോ സീറ്റാണ് കിട്ടിയത്. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. നല്ല സീറ്റ് കംഫർട്ട് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. പിന്നെ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കയറിയപ്പോൾ തന്നെ അവരെന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ചോദിക്കും. ഞാനൊരു ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ജ്യൂസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. തൊട്ട് മുമ്പിലെ സ്ക്രീനിൽ സിനിമകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അതിലേത് കാണണമെന്നൊന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും സ്പൈഡർമാൻ കാണാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടില്ല. ഫ്ലൈറ്റ് എടുക്കാൻ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയാനായിട്ട്. നമുക്കും ഇത് പുതിയൊരു അനുഭവമാണല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് വിശദമായിട്ട് നോക്കി. അങ്ങനെ ഇരുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. ആദ്യത്തെ 2 മിനിറ്റ് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, പേടിച്ചിട്ടായിരുന്നു. എനിക്ക് ഈ ഫ്ലൈറ്റിൽ കയറാൻ ചെറിയൊരു പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സെറ്റായി. അങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ട് യാത്ര തുടർന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്, കണ്ണിനിടാനുണ്ടായിരുന്ന ആ സംഭവം ഒരു പെയർ സോക്സുമായിരുന്നു. പിന്നെ ചെയ്തത് ഇരിക്കുന്ന സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഓപ്ഷനും ഒന്ന് പ്രയോഗിച്ച് നോക്കി. പിന്നെ കഴിക്കാനായി കൊണ്ടുവന്നത് കുറച്ച് നട്ട്സ് ആയിരുന്നു. അതിൽ ബദാമും കാഷ്യൂനട്ടും പിസ്തയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞതും നേരെ ഫോൺ എടുത്തിട്ട് വെട്ടം കണ്ടു. എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് വെട്ടം എന്ന്. അങ്ങനെ പടം കണ്ട് കുറച്ചായപ്പോഴേക്ക് നമുക്ക് അടുത്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും ബ്രെഡ് പോലത്തെ എന്തോ സംഭവം ബട്ടറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ട്രോബെറി ജാം ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് ടേക്ക് ഓഫിന് മുന്നേ നമ്മുടെ സീറ്റിന് അടുത്തുണ്ടായിരുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ് എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നാലെ സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ബട്ടർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോബെറി ജാമാണ് ഇത്. ഇതിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല അടിപൊളി ഒരു ജാമായിരുന്നു ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ് വരുത്തിച്ച ഫുഡ്. പക്ഷെ അതിന് മുന്നേ ആദ്യം കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഞാൻ പകുതിയിലധികം കഴിച്ചിരുന്നു. പിന്നെ ഈ കൊണ്ടുവന്നതിലൊരു മുട്ട ഉണ്ടായിരുന്നു. അത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ആ ടേബിൾ മടക്കി വയ്ക്കുന്നതാണ് ഈ ഒരു ക്ലിപ്പിലുള്ളത്. സിനിമ കുറച്ച് നേരം കണ്ടതിന് ശേഷം 5:58 ഒന്ന് ഉറങ്ങി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ സമയം 7:05 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു ഭാഗത്തു നിന്ന് നേരം ഇങ്ങനെ വെളുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. നമ്മൾ രാത്രിയിലാണല്ലോ പുറപ്പെട്ടത്. അതുകൊണ്ട് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ വെറും ലൈറ്റ് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് താഴെയുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും.
രാത്രിയിലെ കാഴ്ചയും ഭംഗിയുള്ളതായിരുന്നു. എന്നാൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ നേരം വെളുത്തപ്പോഴുള്ള കാഴ്ചയാണ്. കുറേ ദൂരത്ത് ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ iPhone 13ൻ്റെ സൂമിങ് അത്ര പോരാ, അതുകൊണ്ട് ഈ ഒരു ക്ലാരിറ്റിയേ ഉള്ളൂ. ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങകലെ സൂര്യൻ ഉദിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴത്തേക്കുള്ള കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും നേരിട്ട് നല്ല വിസിബിലിറ്റി ആയിരുന്നു. എന്തായാലും പുറത്തേക്കുള്ള ആ കാഴ്ച അതിമനോഹരമായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആവാറായിട്ടുണ്ട്. ആ കാണുന്നതാണ് ഖത്തർ. നമ്മൾ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഖത്തറിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇതാണ് ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ഖത്തർ വരെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അവന് ലണ്ടനിലേക്ക് പോകാനായിട്ട് വേറെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ എയർപോർട്ടിലൂടെ ഇങ്ങനെ തനിച്ച് നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം 6 മണിക്കൂറാണ് ലേ ഓവർ ഉണ്ടായിരുന്നത്. ലേ ഓവർ കൂട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും തനിച്ച് എയർപോർട്ടിൽ അവിടെയും ഇവിടെയും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. കൂടുതലൊന്നും നോക്കാനൊന്നും നിന്നില്ല. നേരെ ബിസിനസ് ലോഞ്ചിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിചയത്തിലുള്ള ഒരു മുഖവുമില്ല, ഒരു മലയാളിയെ പോലും കണ്ടില്ല. അങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് നേരെ ബിസിനസ് ലോഞ്ചിലേക്ക് പോയി. അവിടെ വമ്പൻ സെറ്റപ്പായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്, അതും ഇൻ്റർനാഷണൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല എയർപോർട്ടായി തോന്നിയത് ഇതാണ്. ടൈം സോണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ 6:30 ആയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെയും സമയമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലോഞ്ചിൽ നടന്നുകൊണ്ടേയിരുന്നു. നടന്ന് ക്ഷീണിച്ച് ഒരിടത്തിരുന്നപ്പോഴാണ് KSRTC സ്റ്റാൻഡിൽ ബസ്സുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് പോലെ ഖത്തർ എയർവേസിൻ്റെ വിമാനങ്ങൾ അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കണ്ടത്. ഇവിടെ നിന്നും എനിക്ക് ഒരു മലയാളി കൂട്ടുകാരനെ കിട്ടി. അവനും ഞാൻ പോകുന്ന സെയിം ഫ്ലൈറ്റിൽ മാഞ്ചസ്റ്ററിലേക്കാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായി കറക്കാം. അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ട് അതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയും കുറേ നേരം അതിൻ്റെ അകത്ത് നടക്കൽ തന്നെയായിരുന്നു പണി. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ കാണുന്ന ഒരു സ്ഥലത്ത് കയറി കിടന്ന് കുറേ നേരം സുഖമായിട്ട് കിടന്നുറങ്ങി. കുറച്ച് ദാഹം മാറ്റിയിട്ട് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. പക്ഷേ ഇത്തവണ കിട്ടിയത് വിൻഡോ സീറ്റല്ല, നടുവിലുള്ള ഒരു സീറ്റാണ്. എന്തായാലും കിട്ടിയ സൗകര്യം വെച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെയും നേരത്തേതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ഒരു പൗച്ച് കിട്ടി. അത് നേരത്തെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നോ എന്നറിയില്ല, പക്ഷേ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഏതായാലും അത് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് സംഭവങ്ങൾ കണ്ടു. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ളൊരു പൗച്ചാണ്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം എടുത്തത് ഒരു സ്പ്രേ ആണ്. പിന്നെ ഒരു പെയർ സോക്സും ഒരു പാക്കറ്റും അതിൽ കണ്ടു.
ആ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ബോഡി ലോഷൻ, ഒരു ഫേസ് ക്രീം, പിന്നെ ഒരു ലിപ് ബാം. ഇത് മൂന്നുമായിരുന്നു ആ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഫ്ലൈറ്റിലെ പോലെ ഇവിടെ നിന്നും നട്ട്സാണ് ആദ്യം പറഞ്ഞത്. കൂടെ നല്ലൊരു ചായയും കുടിച്ചു. പിന്നെ ബാക്കി കാണാനുണ്ടായിരുന്ന വെട്ടവും കാണാൻ തീരുമാനിച്ചു. അങ്ങനെ നമുക്ക് വീണ്ടും അടുത്ത ഫുഡ് കഴിക്കാനുള്ള സമയമായി. അവർ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ കഴിക്കാൻ പോകുന്നതെന്ന് കാണാം. നേരത്തെ ചായ ഇപ്പോഴും ബാക്കിയുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഗ്ലാസ് നമുക്ക് വെള്ളം കുടിക്കാനാണ്. പിന്നെ ഇത് ക്യാൻഡിൽ ലൈറ്റ് ആണെന്നാലും തെറ്റിദ്ധരിക്കേണ്ട, അതിനകത്തൊരു ബൾബാണ്. പിന്നെ എന്തൊക്കെയോ ബണ്ണ്, ബ്രെഡ് അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു, അതും നേരത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടറായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കെ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. ഇത് എന്താണ് സംഭവം എന്ന് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ കഴിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇതേതായാലും ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം കൃത്യം 9 മണിയാണ്, രാത്രി 9 മണിയാണ്. ഈ വെളിച്ചം കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതായാലും ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ മാഞ്ചസ്റ്ററിൽ എത്തിയപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ യാത്രയിലെ അനുഭവങ്ങൾ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ബായ്.